സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ജിഫ്സ. തിരുനാവായ പഞ്ചായത്തിൽ നടന്ന അഴിമതിയും കെടുകാര്യസ്ഥിതിയുടെയും ഭാഗമായി പഞ്ചായത്ത് പ്രസിഡന്റ് രാജിവെക്കുകയും UDF-ലെയും ലീഗിലെയും ഉള്ളിലുള്ള തമ്മിൽ തല്ലു കാരണം പഞ്ചായത്തിന് ലഭ്യമാക്കേണ്ട ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുകയും കൃഷിഭവന് വേണ്ടി മാറ്റിവെച്ച ഫണ്ട് ലാപ്സായി പോവുകയും ചെയ്ത സാഹചര്യത്തിൽ ജനങ്ങൾക്ക് സ്വീകാര്യമാകുന്ന നടപടിയുമായി ഭരണസമിതി മുന്നോട്ടു പോകണമെന്ന് SDPI ആവശ്യപ്പെടുകയാണ്. തിരുനാവായ പഞ്ചായത്തിൽ നടന്ന അഴിമതിയും കെടുകാര്യസ്ഥിതിയുടെയും ഭാഗമായി പഞ്ചായത്ത് പ്രസിഡന്റ് രാജിവെക്കുകയും UDF-ലെയും ലീഗിലെയും ഉള്ളിലുള്ള തമ്മിൽ തല്ലു കാരണം പഞ്ചായത്തിന് ലഭ്യമാക്കേണ്ട ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുകയും കൃഷിഭവന് വേണ്ടി മാറ്റിവെച്ച ഫണ്ട് ലാപ്സായി പോവുകയും ചെയ്ത സാഹചര്യത്തിൽ ജനങ്ങൾക്ക് സ്വീകാര്യമാകുന്ന നടപടിയുമായി ഭരണസമിതി മുന്നോട്ടു പോകണമെന്ന് SDPI ആവശ്യപ്പെടുകയാണ്. പ്രതിപക്ഷ റോൾ നിർവഹിക്കേണ്ട ഭരണസമിതിയുടെ ഭാഗമായിട്ടുള്ള ഇടതുപക്ഷ മെമ്പർമാരും ഈ അഴിമതിക്ക് വേണ്ടി കൂട്ടുനിൽക്കുകയും ഭരണപക്ഷത്തിന് ഒത്താശ ചെയ്തു നൽകുകയുമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അഴിമതി ആരോപണം നേരിട്ട ആളെ തന്നെ ഭരണസമിതിയുടെ പ്രസിഡന്റാക്കാനുള്ള നീക്കം പഞ്ചായത്തിലെ ജനങ്ങളോടുള്ള വെല്ലുവിളിയായി കണക്കാക്കണം. തിരുനാവായ പഞ്ചായത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഇഷ്യൂ നമുക്കെല്ലാവർക്കും അറിയാലോ. അതുമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പോൾ പ്രസിഡന്റ് ഇന്നലെ രാജിവെച്ചിട്ടുണ്ട്. പ്രസിഡന്റിൻ്റെ രാജി കൊണ്ട് ഇത് അവസാനിപ്പിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് SDPI ആവശ്യപ്പെടുന്നത്. SDPI ഇതിൻ്റെ 2 ദിവസം മുന്നേ പഞ്ചായത്തിലോട്ട് ഒരു പ്രതിഷേധ പ്രകടനം നടത്തുകയുണ്ടായി. ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് പ്രസിഡന്റിനെക്കാട്ടിയും കൂടുതൽ ആ വിഷയത്തിൽ ഇൻവോൾവ് ആയിട്ടുള്ള ആളെയാണ് ഇപ്പോൾ പുതിയ പ്രസിഡൻ്റാക്കിയിട്ട് ലീഗ് കൊണ്ടുവരാൻ പോകുന്നത്. SDPIക്ക് പറയാനുള്ളത് ഈ ഭരണസമിതി മൊത്തം രാജിവെച്ചിട്ട് അടുത്തൊരു ഇലക്ഷനെ നേരിടണം എന്നുള്ളതാണ്. SDPI പഞ്ചായത്ത് പ്രസിഡന്റ് ഷാഹുൽ ഹമീദ്, സെക്രട്ടറി ഷെരീഫ്, പഞ്ചായത്ത് കമ്മിറ്റി അംഗം NP ഷെരീഫ് തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഇവിടെ പ്രധാനമായിട്ട് ഈ സംഗതികളൊക്കെ എതിർക്കേണ്ട ഒരു പാർട്ടി ഇവിടെ ഉണ്ടല്ലോ, CPM. അവരുടെ മെമ്പർമാർ അവിടെ ഒരു മെമ്പർ ഉണ്ടോ എന്ന് പോലും തോന്നിക്കാത്തൊരവസ്ഥയാണല്ലോ. ഇപ്പോൾ നമുക്കറിയാം, അവർ പ്രക്ഷോഭം സംഘടിപ്പിക്കാമെന്ന് പറഞ്ഞിട്ടുള്ളത് വരുന്ന 8-ാം തീയതിയാണ്. ഈ സംഭവം പ്രസിഡന്റിൻ്റെ രാജി കഴിഞ്ഞ് 8-10 ദിവസം കഴിഞ്ഞിട്ടാണ് അവർ പ്രക്ഷോഭത്തിലേക്ക് പോകാനുള്ള തീരുമാനങ്ങൾ. ഇവർ പഞ്ചായത്തിൻ്റെ ഉള്ളിൽ ചെന്നാൽ ഇവരെല്ലാവരും ഒന്നിച്ച് ഉള്ള ഒരു മാഫിയ സംഘമായിട്ടാണ് പ്രവർത്തിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. വാർഡുകളിലേക്ക് പോകേണ്ടുന്ന വികസനങ്ങൾ 4 കോടി രൂപ ഒക്കെയാണ് ഇവിടെ ആരോപണം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. 4 കോടി രൂപയുടെ വികസനമാണ് മുരടിപ്പായി നിൽക്കുന്നത്. വാർഡുകളിലേക്ക് എത്തേണ്ട, നമുക്കറിയാം, ഓരോ വർഷത്തിലും ഓരോ വാർഡിനും കിട്ടുന്നത് വളരെ തുച്ഛ സംഖ്യകളാണ്. ഈ സംഖ്യകളാണ് ഈ പശ്ചാത്തല സൗകര്യങ്ങൾ ഒരുക്കുന്നതിനുള്ള റോഡ്, മറ്റുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്നതിനുള്ള ഫണ്ടാണ് ഇത് ലാപ്സാക്കി കളഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതൊരു ഗൗരവമായ, ഇത് ജനങ്ങളോട് ഇവർ പറയണം. ഇലക്ഷനെ നേരിട്ടുകൊണ്ട് മൊത്തത്തിൽ ഇത് പ്രസിഡന്റ് മാത്രം രാജിവെക്കാതെ ഭരണസമിതി രാജിവെച്ചുകൊണ്ട് ഇലക്ഷൻ പ്രഖ്യാപിച്ച് ജനങ്ങളോട് ഇവർ പറയേണ്ട ഉത്തരവാദിത്തം ഇവർക്കുണ്ട് എന്നാണ്. TVN ന്യൂസ്, തിരുനാവായ. SSLC +2 കഴിഞ്ഞു. ഇനി എന്ത്? ഉയർന്ന തൊഴിൽ സാധ്യതയുള്ള കോഴ്സ് പഠിച്ച് ഉയർന്ന ശമ്പളത്തോടെ മാന്യമായ ജോലി നേടാം. ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലുമായി 2 ലക്ഷത്തോളം തൊഴിലവസരങ്ങളുള്ള മേഖലയാണ് ഫയർ ആൻഡ് സേഫ്റ്റി. വിദ്യാഭ്യാസ രംഗത്ത് 25 വർഷത്തെ പരിചയമുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമായ സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അപ്രൂവ്ഡ് ഫയർ ആൻഡ് സേഫ്റ്റി കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു. 10 ഏക്കർ സ്ഥിതിയിൽ 2500 പരം ഉപകരണങ്ങളോടുകൂടി ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫയർ ആൻഡ് സേഫ്റ്റി പ്രാക്ടിക്കൽ ഗ്രൗണ്ട്, ശക്തമായ പ്ലേസ്മെന്റ് സെൽ, സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ജിഫ്സ.